ഒരു ശാന്തമായ പ്രദേശത്ത് ഒരു വൃദ്ധ തനിച്ചു താമസിച്ചിരുന്നു. എല്ലാ ദിവസവും രാവിലെ ആ സ്ത്രീ നേരത്തെ ഉണരും. ശേഷം സ്വയം ഒരു കപ്പ് ചൂടുള്ള ഇഞ്ചി ചായ ഉണ്ടാക്കി ജനാലയ്ക്കരികിൽ തന്റെ പഴയ ചാരുകസേരയിൽ ലോകമുണരുന്നതും നോക്കി ആ സ്ത്രീ ഇരിക്കും. പക്ഷികൾ സന്തോഷകരമായി ചിലയ്ക്കുന്നതും സൂര്യപ്രകാശം മേൽക്കൂരകളിലൂടെ അലസമായി കടന്നു വരുന്നതും മരങ്ങൾ കാറ്റിൽ മെല്ലെ അടി ഉലയുന്നതും ആ സ്ത്രീ ആസ്വദിച്ചിരിക്കും. പക്ഷേ ശാന്തമായ ആ പ്രഭാത ചടങ്ങുകൾക്കിടയിലും ആ സ്ത്രീയുടെ ഹൃദയത്തിൽ ഒരു ശൂന്യത നിശബ്ദമായി തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ആ സ്ത്രീ സ്കൂൾ അധ്യാപിക എന്ന ജോലിയിൽ നിന്നും റിട്ടയർഡ് ആയത്. സ്ത്രീയുടെ ഭർത്താവ് റിട്ടയർഡ് ആവുന്നതിന് കുറച്ചു മുമ്പ് തന്നെ മരണപ്പെട്ടു പോയിരുന്നു. ആ സ്ത്രീയുടെ കുട്ടികൾ സ്വന്തം ജീവിതവുമായി തിരക്കിലായി വ്യത്യസ്ത നഗരങ്ങളിൽ താമസിക്കുന്നു. ആ സ്ത്രീ ചെടികൾ നനയ്ക്കുകയും റേഡിയോ പുനരാഗാനം കേട്ടും ജീവിതം മുന്നോട്ട് നീക്കി. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഒരു പഴയ അലമാര വൃത്തിയാക്കുന്നതിനിടയിൽ ആ സ്ത്രീ പണ്ടെന്നോ മറന്നുവെച്ച ഒരു നിധി കണ്ടെത്തി. പൊടി പിടിച്ച് തവിട്ടു നിറത്തിലുള്ള ഒരു നോട്ട് ബുക്ക്. അതിന്റെ പേജുകൾ പഴക്കം ചെന്ന് മഞ്ഞളിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട സ്വപ്നങ്ങളുടെ ഗന്ധം ആ ബുക്കിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ കയ്യെഴുത്തിന്റെ ആദ്യത്തെ പേജ് ആ സ്ത്രീ വായിച്ചു. ആ സ്ത്രീയുടെ ആഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് ആ പേജിൽ ഉണ്ടായിരുന്നു. പാരീസ് നഗരം സന്ദർശിച്ചു കാണണം, ഒരു ചെറു കഥപുസ്തകം എഴുതണം, നീന്തൽ പഠിക്കണം. സ്ത്രീയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഞാനിതെപ്പോഴാണ് എഴുതിയതെന്ന് ആ സ്ത്രീ സ്വയം ആലോചിച്ചു. സ്വപ്നങ്ങളുടെ തീ നിറഞ്ഞ 25 വയസ്സായിരുന്നു തനിക്കെന്ന് എന്നാ സ്ത്രീ ഓർത്തെടുത്തു. പക്ഷേ ജീവിതം, വിവാഹം, കുട്ടികൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിങ്ങനെയുള്ള പട്ടികയിൽ നീണ്ടുപോയി. ഇപ്പോൾ 68 വയസ്സായിരിക്കുന്നു. കാൽമുട്ടുകളുടെ വേദന, കൈകളുടെ വിറയ്ക്കൽ, അമിതമായ സാഹസികതയൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ദിവസം വൈകുന്നേരം ആ സ്ത്രീ വീട്ടിലിരിക്കുന്നതിനു പകരം പ്രകൃതി ആസ്വദിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്ത്രീ പാർക്കിലേക്ക് പോയി. കുട്ടികൾ ഊഞ്ഞാലാടി കളിച്ചുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷം കളിയാട്ടത്തിൽ സജീവമായിരിക്കുന്നു. വൃദ്ധ ബെഞ്ചിലിരുന്ന പെൺകുട്ടിയുടെ അടുത്തിരുന്നു. പെൺകുട്ടി അവളുടെ നോട്ട്ബുക്കിൽ എന്തൊക്കെയോ എഴുതി കുറിക്കുന്നുണ്ടായിരുന്നു. വൃദ്ധ പുഞ്ചിരിയോടെ ചോദിച്ചു. ആ പെൺകുട്ടി അഭിമാനത്തോടെ പറഞ്ഞു, ഞാനൊരു ചെറുകഥ എഴുതുകയാണ്, എനിക്കൊരു പുസ്തകം രചിക്കണം. വൃദ്ധ സൗമ്യമായി പറഞ്ഞു, ഈ ആശയം എന്തേ മുന്നേ തോന്നിയിരുന്നില്ല? അവൾ ഒരു നിമിഷം ആലോചിച്ച ശേഷം ഉത്തരം പറഞ്ഞു, എനിക്ക് ഇനിയും ഒരുപാട് സമയം മുമ്പോട്ടുണ്ട്. എനിക്ക് പറഞ്ഞു തരാൻ എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ എന്ന് അവൾ ആ സ്ത്രീയോട് ചോദിച്ചു. നാളെ ആകട്ടെ എന്ന് ആ സ്ത്രീ മറുപടി കൊടുത്തു. ആ സ്ത്രീ കുട്ടികൾക്കായി ഒരു പുതിയ ലിസ്റ്റ് തയ്യാറാക്കി, ആഗ്രഹങ്ങളുടെ ഒരു പുതിയ ബുക്ക്. അതിൽ ആ സ്ത്രീ ഇപ്രകാരം എഴുതി കുറിച്ചു. പാരീസിനെ കുറിച്ചുള്ള പുസ്തകം വായിക്കണം, നീന്തൽ അറിയില്ലെങ്കിലും കുട്ടികളെ നീന്തൽ സിദ്ധാന്തം പഠിപ്പിക്കണം. ആ സ്ത്രീ പ്രതീക്ഷയോടെ പുഞ്ചിരിച്ചു. സ്കൂൾ ദിനങ്ങൾ, ചെറിയ സന്തോഷങ്ങൾ, അങ്ങനെ ഹൃദയസ്പർശമായ കഥകൾ എഴുതി. ആ സ്ത്രീ എന്നും പാർക്കിൽ പോകും. കുട്ടികൾ ആ സ്ത്രീയുടെ ചുറ്റും കൂടും. കുട്ടികൾ സ്ത്രീയുടെ ചെറുകഥ വളരെ ആകാംക്ഷയോടെ കേട്ടുനിന്നു. താമസിയാതെ ഒരു അധ്യാപകൻ ആ സ്ത്രീയെ സ്കൂളിലേക്ക് തന്റെ ചെറുകഥ പങ്കുവെക്കാൻ വേണ്ടി ക്ഷണിച്ചു. പിന്നീട് ആ കഥകൾ സ്കൂൾ മാഗസീനിൽ വന്നു. ഒടുവിൽ ആ സ്ത്രീയുടെ പുസ്തകം ആകാംക്ഷയുള്ള യുവ വായനക്കാരുടെ കൈകളിലെത്തി. ഒരു ദിവസം ആ സ്ത്രീ തന്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിലേക്ക് നോക്കി. എന്തെങ്കിലും ചെയ്യാൻ നല്ല സമയം വരാൻ വേണ്ടി കാത്തിരിക്കരുതെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി. ഈ കഥ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊന്നുണ്ട്. ജീവിതം ചെറുതാണ്, പക്ഷെ അത് സാധ്യതകൾ നിറഞ്ഞതാണെന്ന് ഓർക്കുക. നഷ്ടപ്പെട്ടു പോയ സമയവും വർഷങ്ങളും ഒരിക്കലും തിരിച്ചു വരില്ല. അതിനാൽ തികഞ്ഞ നിമിഷത്തിനായി കാത്തിരിക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഇപ്പോൾ ആദ്യത്തെ ചെറിയ ചുവടുവയ്പ് നടത്തുക. നിങ്ങൾക്ക് 18 വയസ്സോ 70 വയസ്സോ ആയിക്കോട്ടെ, എന്തെങ്കിലും ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വൈകിക്കരുത്. ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ, സ്വപ്നങ്ങൾ കാണൂ. സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.